ഹായ്, എൻ്റെ പേര് ജിൻസ. ഞാൻ ടിജൂസ് അക്കാഡമിയിൽ നിന്ന് ട്രെയിനിങ് എടുത്ത് റീസെൻ്റായിട്ട് OET പാസ്സായ ആളാണ്. ഞാൻ ഈ അക്കാഡമിയിൽ നിന്നും 30 അവേഴ്സിൻ്റെ പാക്കേജായിരുന്നു എടുത്തിരുന്നത്. 30 അവേഴ്സ് പാക്കേജ് എനിക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിരുന്നു, ഹെൽപ്ഫുള്ളായിരുന്നു. എൻ്റെ വർക്കിന്, അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ വർക്കിനനുസരിച്ച് എനിക്ക് ഫ്ലെക്സിബിളായിട്ട് പഠിക്കാൻ പറ്റിയൊരു പാക്കേജായിരുന്നു. ആൻഡ് 30 അവേഴ്സ് പാക്കേജ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കംപ്ലീറ്റ് 30 അവേഴ്സ് ക്ലാസ്സും കിട്ടിയായിരുന്നു. അവരുടെ ഒരു അവർ പോലും, അല്ലെങ്കിൽ ഓരോ അവർ ക്ലാസ് എടുക്കുമ്പോഴും ടൈമിന് ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ അവർ ക്ലാസ് എനിക്ക് കിട്ടിയിരുന്നു. 30 അവേഴ്സ് ഇൻഡിവിജ്വൽ സെക്ഷൻ കൂടാതെ ടിജു സാർ എടുത്ത ബേസിക് ഗ്രാമർ ക്ലാസ് പ്ലസ് OET ഗ്രാമർ ക്ലാസ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബേസിക് ഗ്രാമർ ക്ലാസ്സിൽ നിന്നാണ് ഗ്രാമറിൻ്റെ ഇത്ര സിംപ്ലിഫൈഡ് വേർഷൻ ഞാൻ പഠിച്ചത്, ഗ്രാമറിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചത്. അതുപോലെ തന്നെ OET ഗ്രാമർ ക്ലാസ്സിലാണ് ഈ റൈറ്റിങ്ങിൻ്റെ കുറേ കറക്ഷൻസ് എനിക്ക് ലഭിച്ചത്. OET ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ്. അതെല്ലാം ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ശരിക്കും ഇതിൽ അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടായിരുന്നു. യൂട്യൂബ് വീഡിയോയിൽ ഇവരുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ടാണ് ജോയിൻ ചെയ്തത്. അവരതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അത്രയും ജെന്യൂനും എന്താ പറയുക, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്ലാസ്സാണ് എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ റീഡിങ് ആൻഡ് ലിസണിങ്ങിൻ്റെ മെറ്റീരിയൽസ് പ്ലസ് അതിൻ്റെ സോൾവ് ചെയ്തിട്ടുള്ള ലൈവ് സെഷൻസും അതുപോലെ തന്നെ റെക്കോർഡഡ് സെഷൻസും വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ കുറവായിരുന്നു. പക്ഷേ റെക്കോർഡഡ് സെഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്കത് എപ്പോഴും നോക്കി കാണാമായിരുന്നു. അതപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് എനിക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. എൻ്റെ ഡ്യൂട്ടിക്ക് അനുസരിച്ച് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ 30 അവേഴ്സ് ഇൻഡിവിജ്വൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർ നമ്മുടെ അവേഴ്സ് കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം, അതായത് നമ്മൾ ഇൻഡിവിജ്വൽ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഗ്രാമറും റീഡിങ് ലിസണിങ് എല്ലാം കവർ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. അത് ടൈം പോകുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പാക്കേജിൻ്റെ ടൈം തീരുമല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. കാരണം നല്ലപോലെ പ്രിപ്പയർ ആയിട്ട് ഇൻഡിവിജ്വൽ സെഷൻസിലേക്ക് കടക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്ത് എനിക്കത് പഠിക്കാൻ സാധിച്ചു. ബേസിക് ഗ്രാമർ ക്ലാസ്സിൻ്റെ 30 ക്ലാസ്സിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു നോട്ട് ഞാൻ എപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കത് ഉറപ്പാണ് എനിക്ക് ഫ്യൂച്ചറിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്നു. കാരണം അത്രത്തോളം ഇൻ ഡെപ്തിലാണ് പഠിപ്പിച്ചത്. പക്ഷേ സിംപ്ലിഫൈഡ് വെർഷനായിരുന്നു. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു ബേസിക് ഗ്രാമർ ക്ലാസ്. ഇനി ഇൻഡിവിജ്വൽ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ നമുക്ക് എല്ലാവർക്കും തരുന്ന ട്രെയിനറെല്ലാം നമ്മുടെ ഡ്യൂട്ടി ടൈമിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കും. നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നമുക്ക് ട്രെയിനറായിട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ടൈമിൽ നമുക്ക് ക്ലാസ് എടുത്ത് കിട്ടുമായിരുന്നു. കംപ്ലീറ്റ് 30 അവേഴ്സ് ക്ലാസ് നമുക്ക് കിട്ടും. സ്പീക്കിംഗ് പ്ലസ് റൈറ്റിംഗ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് ട്രെയിനിങ് സെഷൻസ് എല്ലാം. എൻ്റെ സ്പീക്കിങ്ങിൻ്റെ കോൺഫിഡൻസ് വന്നത്, എനിക്ക് സ്പീക്കിംഗ് എങ്ങനെ ട്രാക്ക് ചെയ്യുന്ന അറിയില്ലായിരുന്നു. കാരണം അത്രയും ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഈ 30 അവേഴ്സ് ക്ലാസ്സിൽ നിന്നാണ് എൻ്റെ സ്പീക്കിംഗ് ചെയ്യുന്ന എൻ്റെ ഇൻ്റർലൊക്കേറ്ററുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയായിട്ടാണ് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയത്, എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ മറ്റൊരു കാര്യം ഇവരുടെ മോക്ക് ടെസ്റ്റാണ്. എൻ്റെ പാക്കേജിൽ 2 മോക്ക് ടെസ്റ്റാണ് ഉണ്ടായിരുന്നത്. മോക്ക് ടെസ്റ്റിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ എക്സാം സെറ്റിങ്ങിൽ നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സും അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ശരിക്കും മോക്ക് ടെസ്റ്റ്. അതോടെ തന്നെ ടൈം മാനേജ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായതും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോഴാണ്. എനിക്ക് മോക്ക് ടെസ്റ്റിൽ ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റി ആയിരുന്നു. എനിക്ക് സാധാരണ റീഡിങ് ആൻഡ് ലിസണിങ് ചെയ്യുമ്പോൾ ഞാൻ അവർ തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ ചെയ്യാറുള്ളതാണ്. പക്ഷേ മോക്ക് ടെസ്റ്റിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ടൈം തികഞ്ഞില്ല, പല ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ റിയൽ എക്സാമിലേക്ക് പോയപ്പോഴത്തേക്കും ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്കറിയായിരുന്നു എനിക്കിങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കുള്ള എക്സാം വന്നപ്പോൾ എനിക്കത് നന്നായിട്ട് ഫേസ് ചെയ്യാൻ പറ്റി. എനിക്ക് ടൈം മാനേജ് ചെയ്ത് എഴുതാൻ പറ്റി. സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ മാനേജ് ചെയ്യാൻ പറ്റി. പിന്നെ വേറൊരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ പ്രോഗ്രസ് അവർ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും നമ്മുടെ പ്രോഗ്രസ് അറിയാനായിട്ട് കോൾ ചെയ്യുമായിരുന്നു, കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. ഒരുപാട് പേര് തന്നെ ഈ അക്കാഡമിയിൽ നിന്ന് തന്നെ അതർ ദാൻ മൈ ഇൻ്റർലൊക്കേറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രെയിനർ അല്ലാതെ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. എങ്ങനെ ക്ലാസ് പോകുന്നുണ്ടോ, ഫുൾ സെഷൻ കിട്ടുന്നുണ്ടോ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ, അങ്ങനെ ഒരുപാട് ചോദിക്കാനും ഫീഡ്ബാക്ക് അറിയാനും ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ നമ്മുടെ കാര്യത്തിലൊരു
റെസ്പോൺസിബിൾ ആണ്, ഈ അക്കാഡമി റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ അവർ നമ്മുടെ കാര്യത്തിൽ ഒരുപാട് കെയർ എടുക്കുന്നുണ്ട് എന്നൊരു ഫീൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇവരുടെ ഈ എൻക്വയറി കാരണം. ടോട്ടലി ഞാൻ ടിജൂസ് അക്കാഡമിയിൽ 30 അവേഴ്സിന് വേണ്ടി ചെയ്ത പേയ്മെൻറ്റ് എനിക്ക് ടോട്ടലി വർത്തായിരുന്നു. കാരണം അതിനനുസരിച്ചുള്ളൊരു സർവീസ് എനിക്ക് ലഭിച്ചായിരുന്നു. അവരുടെ ഫുൾ ടോട്ടൽ സർവീസ് എനിക്ക് വളരെയധികം ബെനിഫിഷ്യലായിരുന്നു, ഹെൽപ്ഫുള്ളായിരുന്നു. എൻ്റെ OET എന്നെ ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ OET ക്രാക്ക് ചെയ്യാൻ കാരണം ടിജൂസ് അക്കാഡമിയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് ആണ്. ഫൈനലി ടിജു സാറിനോടും DG മാഡത്തിനോടും എൻ്റെ പേഴ്സണൽ ട്രെയിനറിനോടും എല്ലാ സ്റ്റാഫിനോടും അവിടുത്തെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. താങ്ക് യു.